वचन सुनने के लिए तैयार किया है। प्रभु आपको बहुत बहुत आशीर्वादित करे। आइए प्यारो, अब हम सभा के मुख्य भाग में आ पहुंचे हैं परमेश्वर का वचन को सुनने के लिए। आज हमारे बीच में पास्टर रेंजी जॉर्ज जो हमें सिखाते हैं, वो बात आगे और भी सिखाएंगे और उसका ट्रांसलेशन करने के लिए विल्सन अभी तक ज्वाइन हुआ नहीं। आशा है जल्दी ज्वाइन हो जाएंगे। ओके पास्टर जी, स्टार्ट दैट। तब तक आप चलाओ सब। Praise the Lord. प्रेज द लॉर्ड। वेलकम वेलकम पास्टर। हालेलुया। यस, शुरू Praise the कीजिए। Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിന്റെ തിരുവചനത്തിന് മുമ്പ് ആകരിപ്പാൻ നമ്മളെ കർത്താവ് സഹായിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. एक और आशीषमय दिन परमेश्वर ने हमें प्रदान किया, इसलिए हम प्रभु को धन्यवाद देते हैं। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. Matthew chapter 5 verse 4. पिछले क्लासों में हम मैथ्यू चैप्टर 5 सीख रहे थे। അവിടെ നമ്മൾ വായിച്ചിരിക്കുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന തിരുവചനമാണ്. और वहां हम इस प्रकार पढ़ा, जो शोकित है वो धन्य है, क्योंकि परमेश्वर की ओर से उन्हें शांति मिलेगी। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നാം ഒരു കർത്താവിന്റെ പൈതലായി ജീവിക്കുവാൻ കഴിയണമെങ്കിൽ. और परमेश्वर के ओर से हमें एक ऐसा दुख हमारे हृदय के अंदर आना चाहिए, तभी हम परमेश्वर का संतान होकर जीवन व्यतीत कर सकते हैं। ദൈവവചനത്തിന്റെ ഈ പ്രമാണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിശാച് ഈ ലോകത്തിലുള്ള പല ദുഃഖങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഈ പറഞ്ഞിരിക്കുന്ന ദുഃഖത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുന്നത്. और शैतान ये भली भांति जानते हैं, इसलिए हमारे अंदर के वचनों को शैतान निकालते हैं। पास्टर जी, ഒരു മിനിറ്റ്, വിൽസൺ രാമേന്ദ്ര का फोन आ रहा है, ഞാനൊന്ന് എടുത്തോട്ടോ. പ്ലീസ് പാസ്റ്റർ. നമ്മുടെ ഹൃദയത്തിൽ ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. हमारे हृदय के अंदर परमेश्वर की इच्छा की इस बात को होना बहुत आवश्यक है. നമുക്കറിയാം, കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ നമ്മുടെ കർത്താവിന്റെ മാനുഷിക ജീവിതത്തിൽ താൻ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ദുഃഖം തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. और जब हम प्रभु यीशु मसीह को अपने जीवन काल में जब मनुष्य के रूप में वो वास कर रहे थे, हम देखते हैं तो प्रभु यीशु का हृदय के अंदर एक बड़ा दुख था. ആ ദുഃഖം തന്നെക്കുറിച്ച് മാത്രമുള്ള ദുഃഖം, തന്റെ മാനുഷികമായ ജീവിതത്തിൽ തന്നെക്കുറിച്ചുള്ള ഒരു ദുഃഖം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ചൊരു ദുഃഖവും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. और प्रभु यीशु मसीह को अपने आप के बारे में और दूसरे के प्रति ये दुख उनके जीवन में था. നമ്മൾ ഈ ദുഃഖം എന്ന വാക്ക് മനസ്സിലാക്കുമ്പോൾ, ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മാനുഷികമായി നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന കഷ്ടങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മുടെ ചിന്തയിലേക്ക് വരിക. और ये दुख शब्द से हमें ऐसा लगेगा हम जो क्लेशों से हम गुजरते हैं वो बातें हमारे सम्मुख में आते हैं. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, അങ്ങനെ ഒരു ദുഃഖത്തെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. और पिछले सप्ताह हमने सीखा कि उसके विषय में ये दुख नहीं कहा, ये हमने उसको देखा था.
ഗ്രീക്ക് വേർഡിൽ പെന്തിയോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ മോർണിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ള ഹൃദയവേദനയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. मूल भाषा ग्रीक से जब उसको अनुवाद करते हैं, दुख से भी बढ़कर जो शब्द है वो शोक शब्द इस्तेमाल करना उचित होगा। മാനുഷിക ജീവിതത്തിൽ മനുഷ്യ ശരീരത്തിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോൾ, നമുക്ക് തുല്യരായി കർത്താവ് ജീവിച്ചപ്പോൾ കർത്താവിനെ സംബന്ധിച്ച ദുഃഖം ഇതായിരുന്നു. അവിടെ നാം കഴിഞ്ഞ ആഴ്ച വചനങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. തൻ്റെ ദുഃഖം ഇതായിരുന്നു, പിതാവ് തന്നെ ഏൽപ്പിച്ച വേല പൂർണ്ണമായി തനിക്ക് തികയ്ക്കുവാൻ തക്കവണ്ണം കഴിയുമാറ് ഈ ഭൂമിയിൽ വിശ്വസ്തനായി ജീവിക്കണം എന്നുള്ളതായിരുന്നു തൻ്റെ ദുഃഖം. परमेश्वर प्रभु यीशु मसीह का दुख ये था, जो पिता परमेश्वर ने उन्हें जो दायित्व सौंपा उसको जीवन के आखिरी समय तक विश्वास योग्य से निभाए, ये था प्रभु यीशु का दुख। കാരണം എന്തെന്ന് ചോദിച്ചാൽ, താൻ ശരീരത്തിലാണ് വസിക്കുന്നത്. തൻ്റെ ചുറ്റും ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ മോഹങ്ങളും ഉണ്ട്, നാം ഇപ്പോൾ ജീവിക്കുന്നത് പോലെ തന്നെ. അതുപോലെ പിശാച് വളരെ ശക്തനായി തൻ്റെ മുമ്പിലുണ്ട്. ഒരു ചിന്ത കൊണ്ട് പോലും താൻ പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കരുത്. പാപം ചെയ്തു കഴിഞ്ഞാൽ കുറ്റമില്ലാത്ത ഒരാടായി, അറുക്കപ്പെട്ട കുഞ്ഞാടായി തീരുവാൻ തക്കവണ്ണം തനിക്ക് അൺബ്ലെമിഷ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ കുറ്റമില്ലാത്ത ഒരാടായി, കളങ്കമില്ലാത്ത, ഊനമില്ലാത്ത ഒരാടായി അറുക്കപ്പെടുവാൻ തക്കവണ്ണം തനിക്ക് കഴിയാതെ വരും എന്നുള്ള ദുഃഖം അവനെ ഭരിച്ചിരുന്നത്. प्रभु यीशु मसीह इस बात को भली भांति जानता है। वो एक निर्दोष मेमने के समान अपने आप को अलग किया हुआ है। अपने जीवन काल में कभी भी उसमें कोई भी अपवित्रता ना आए, इसीलिए परमेश्वर प्रभु यीशु मसीह इस बात को मन में रखते हुए अपने जीवन को जिया। അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് നാം കേട്ടു, താൻ ബലഹീനമായി ശരീരത്തിൽ വസിക്കുമ്പോൾ ഈ ജഡത്തിന്റെ ബലഹീനത, അല്ലെങ്കിൽ ഈ ജഡത്തിൽ വസിക്കുന്ന മരണത്തിന്റെ ആത്മാവ് തൻ്റെ ആത്മാവിനെ ഹേമിക്കരുത്, അല്ലെങ്കിൽ തകർക്കരുത് എന്നുള്ള ഭാരത്തിൽ അനുദിനം നിലവിളിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് പൗലോസിനെ നമ്മൾ കണ്ടത്. और पौलुस को बारे में भी हमने देखा, वो अपने आत्मा को अपने शरीर में रहते हुए कराते हुए देखा कि इस प्रकार का मलिनता से कैसे वो बच पाए। നമ്മൾ അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് മുടിയനായ പുത്രന്റെ ജീവ കഥ നമ്മളൊന്ന് കേൾക്കുവാൻ കൂടെ ഇടയായി. പന്നിക്കൂട്ടിൽ അകപ്പെട്ടു പോയ താൻ പിതാവിന്റെ ഭവനം വിട്ട്, പിതാവിന്റെ ശബ്ദം വിട്ടെന്ന് വളരെ ദൂരെ പോയി സകലതും നഷ്ടപ്പെട്ട്, തന്റെ ജീവിതത്തിന്റെ തേജസ് പോലും നഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് നിലവിളിച്ച് ദുഃഖിച്ച് പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുവാൻ കൊണ്ടിടയായി. और उड़ाव पुत्र के विषय में भी हमने देखा कि वो पिता के घर से, पिता से दूर चला गया, और वहां वो अपने आप में आकर दुखित होकर वो पिता के घर में वापस आते हुए देखा। ഇന്നത്തെ രാത്രി ഞാൻ ആ ഭാഗം അവിടെ പറഞ്ഞു നിർത്തുകയാണ്. സഹോദര സഹോദരി, എന്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം ഉയരുവാൻ തക്കവണ്ണം എനിക്ക് കഴിയുന്നില്ലല്ലോ, ദൈവഹിതപ്രകാരം തൻ്റെ വചനപ്രകാരം ആയിത്തീരുവാൻ തക്കവണ്ണം എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ മറ്റൊരാത്മീയ നിലവാരത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. और इस प्रकार हमारे जीवन में जो सोच है और हमारे जीवन की आत्मिक उन्नति के दूसरी कक्षा में हमें ले जाना है, तो अपने आप को इस बात को जांचना आवश्यकता है। ദൈവമക്കളെ, നമ്മൾ എപ്പോഴും ഓർക്കണമേ, ഏതൊരു ഭക്തന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും, കാലഘട്ടങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കർത്താവിനെ ഭയന്ന് ദൈവകരങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു ഭക്തന്റെ ജീവിതത്തിൽ നോക്കിയാലും, ഭക്തയുടെ ജീവിതത്തിൽ നോക്കിയാലും, രാത്രിയാമങ്ങളിലും പകലിലും ഒരുപോലെ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി, ദൈവസന്നിധിയിൽ നിലവിളിച്ച് തങ്ങളുടെ കുറവുകളെ ഓർത്ത് കരയുന്ന ഭക്തരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. और हम किसी भी भक्त का जीवन को जांचते हैं तब पाते जाते हैं अपने कमी गट्टी के बारे में आंसू बहा कर रोते हुए हमें मिलता है। നമുക്ക് പുറത്ത് എങ്ങനെയും ജീവിക്കുവാനായിട്ട് കഴിയും, ആരെയും കബളിപ്പിച്ച് ജീവിക്കുവാനായിട്ട് കഴിയും, നമുക്കില്ലാത്ത ഒരു ഭക്തി പുറത്ത് കാണിച്ച് ജീവിക്കുവാനായിട്ട് കഴിയും. എന്നാൽ യഥാർത്ഥ ഭക്തിയെ കർത്താവ് തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയാതെ വരും. औरों के सामने हम किसी भी प्रकार अपने जीवन को जी सकता है, भक्ति का प्रकट कर सकता है, लेकिन परमेश्वर के सम्मुख में हम नहीं खड़ा हो पाएंगे। ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ നമ്മളിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, ദൈവഹിതപ്രകാരമായിട്ടുള്ള ദൈവം അംഗീകരിക്കുന്ന ശുശ്രൂഷകൾ നമ്മളിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ അപ്രകാരം ഒരു ജീവിതത്തിൽ നാം ആയിത്തീർന്നേ മതിയാകും.
और परमेश्वर की ओर से प्रकट होने वाले सेवकाई हमारे जीवन में होना है तो परमेश्वर का हित के अनुसार हमारे जीवन को डालना होगा। പാപത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, മോഹങ്ങളെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ, ലോകത്തെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ, ജഡീകമായിട്ടുള്ള നിർജീവ പ്രവൃത്തികളെ ജയിക്കുവാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം നിലവിളിച്ചേ മതിയാകും. और पाप को अगर हम जीतना है, अपना शरीर को जीतना है, शरीर का मोह माया को जीतना है, संसार को जीतना है, तो परमेश्वर के सम्मुख में हमें पुकारना होगा, सुबहाना होगा। ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ, നമ്മളിൽ എത്ര പേര് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ഓർത്ത് നിലവിളിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. और यहाँ बैठा, इस मीटिंग में बैठा आप में से कितने लोग हैं जो हमारे कमी गट्टी को दूर करने के लिए परमेश्वर से पुकार कर रोया हो। നമ്മുടെ പ്രാർത്ഥനയിൽ സിംഹഭാഗവും ഭൂരിപക്ഷ സമയവും നാം ചിലവഴിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കാനാണ്. हमारे जीवन में अधिक से अधिक समय अपने बारे में मांगने के लिए हम समय व्यतीत करता है। आगे ट्रांसलेशन पास्टर विल्सन रामेंद्रन, आगे प्लीज। എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി നാം കാക്ഷിക്കുന്നുവെങ്കിൽ, നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി നാം ചിന്തിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ആ നിത്യതയിൽ നമ്മളെ എത്തിക്കുന്നതിന് തടസ്സമായി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന വിഷയങ്ങളെ ഓർത്ത് നാം ദുഃഖിക്കേണ്ടിയിരിക്കുന്നു. पर अगर हम अनंत बातों के बारे में सोचते हैं, अगर अनंत बातों के बारे में हम मन लगाते हैं, तो जो उस अनंत जीवन के बारे में रुकावट बन सकती है, उन बातों के बारे में हमें दुखी होने की जरूरत है। അതിന് നമുക്ക് വേണ്ടത് ഒരു റെവലേഷനാണ്. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒരു വെളിപ്പാടാണ് നമുക്ക് പ്രാപിക്കേണ്ടത്. ആ വെളിപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്, എന്നാൽ കാണാത്ത നിത്യമായതൊന്ന് എന്നെ കാത്തിരിക്കുന്നു എന്നുള്ള വെളിപ്പാട്. उसके लिए हमें प्रभु से एक प्रकाशन को पाने की जरूरत है। और वो प्रकाशन क्या है? प्रकाशन ये है कि जो कुछ दिखता है वो केवल थोड़े समय का है, अल्पकालीन है, लेकिन जो स्थिर बना रहने वाला स्थायी है, उसका प्रकाशन प्रभु से पाने की जरूरत है। നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളിരുന്ന് ദുഃഖിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ടോ? അവരോട് ചോദിച്ച് അവരെന്തോർത്താ ദുഃഖിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലർ പറയും എനിക്ക് പെൻസിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പറയും അവരുടെ സ്കൂളിലെ പിള്ളേർ മിണ്ടുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പറയും ദേഹത്ത് ചെളി പറ്റിയെന്ന് പറയും, അല്ലെങ്കിൽ വീണെന്ന് പറയും. ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്താണ് അവർ ദുഃഖിക്കുന്നത്. എന്നാൽ അതുപോലെയല്ല പ്രായമായ നമ്മൾ ദുഃഖിക്കുന്നത് കുറച്ചുകൂടെ വിലയേറിയ കാര്യങ്ങൾ ഓർത്താണ്, കുറച്ചുകൂടെ പിന്നെ അസ്തിത്വമുള്ള കാര്യങ്ങൾ ഓർത്താണ് നമ്മൾ ദുഃഖിക്കാറുള്ളത്. आपने बच्चों को रोते हुए देखा होगा, दुखी होते हुए देखा होगा। अगर आप उनसे पूछें कि किस बात के लिए रो रहे हो, किस बात के लिए दुखी हो रहे हो, तो वो शायद आपसे बोलेंगे पेंसिल नहीं है मेरे पास में, या स्कूल में दोस्त बोला नहीं, या वो गिर गए, या कपड़े में गंदगी लग गई है। छोटी छोटी बातों को लेकर वो रोते हैं, दुखी होते हैं। पर हम जो बड़े हो गए हैं, हम थोड़ी सी और कुछ बड़ी बातों के बारे में, कुछ गंभीर बातों के बारे में हम दुखी होते हैं, हम परेशान होते हैं। ഇത് തന്നെയാണ് ഭൂമിയിലെ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ദുഃഖിക്കുകയും സ്വർഗത്തിലെ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കുകയും തമ്മിലുള്ള വ്യത്യാസം. बिल्कुल यही फर्क इस बात के बीच में है कि हम पृथ्वी की बातों के बारे में हम सोचकर दुखी होते हैं, और एक स्वर्ग की बातों के बारे में सोचकर दुखी होना। നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഇത്രയും കാലം ജീവിച്ചതും, ഇത്രയും കാലം ഓടിയതും, ഇത്രയും കാലം പ്രാർത്ഥിച്ചതും, ഇത്രയും കാലം അധ്വാനിച്ചതും ഒക്കെയും വളരെ നിസ്സാരമായിരിക്കുന്ന, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന ക്ഷണികമായ വിഷയങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന്. इस धरती से जाने के बाद हमें इस बात का पता चलेगा कि हम इतने साल जो हमने भागदौड़ की, इतने समय तक जो हम मेहनत करते रहे, इतने समय तक जो हम परेशान होते रहे, वो सिर्फ उन चीजों के लिए था जो आज नजर आती है और कल मुरझा जाती है। उन बातों के लिए हम ये सब कर रहे थे। അതുകൊണ്ട് ആത്മീയമായി സഹോദരങ്ങളെ, നമുക്ക് പക്വത വന്നിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയല്ല നാം അധ്വാനിക്കേണ്ടത്, ഇതിനു വേണ്ടിയല്ല നാം കണ്ണുനീരൊടുക്കേണ്ടത്, ഇതിനു വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കേണ്ടത് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകുവാൻ എന്തെങ്കിലും ഉണ്ടോ, ആ വിഷയത്തെ ഓർത്ത് ദുഃഖിക്കുകയും കണ്ണുനീരൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. इसलिए भाइयों, अगर हम आत्मिक रूप से परिपक्व हो गए हैं, तो इन बातों के बारे में हमें नहीं रोना है, इन बातों के बारे में हमें प्रार्थना नहीं करनी है, इन बातों के बारे में हमें परेशान नहीं होना है, बल्कि ये सोचकर हमें रोना है, प्रार्थना करनी है और परेशान होना है कि क्या जब हम यहाँ से जाएंगे तो हमारे पास ले जाने के लिए हमारे हाथ में कुछ होगा या नहीं। ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കറിയാവുന്ന ഒരു വളരെ ശക്തനായിരുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ, ഇന്ത്യയിലുള്ളതാണ്, ബാംഗ്ലൂരിലുള്ള ഒരു ദൈവത്തിന്റെ ദാസൻ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുവാന്റെ കൊണമിടയായി. पिछले हफ्ते मेरी एक जान पहचान के एक परमेश्वर के दास जो भारत के हैं, बेंगलोर के हैं, वो इस दुनिया से चले गए.
84 വയസ്സായിരുന്നു അദ്ദേഹം മരിക്കുമ്പോഴുള്ള പ്രായം. उनकी 84 साल की उम्र थी जब उनका देहांत हुआ। റെയിൽവേയിൽ വളരെ ഉയർന്ന ജോലി ഉണ്ടായിരുന്ന ആ അദ്ദേഹം ഏതാണ്ട് ഒരു 55-60 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ വളരെ ശമ്പളം കൂടി കിട്ടിയിരുന്ന വളരെ ബഹുമാന്യമായിരുന്ന ഉന്നത നിലവാരമുള്ള ജോലി വിട്ടിട്ടാണ് ഗോത്രവർഗക്കാരുടെ ഇടയിൽ, പാവപ്പെട്ടവരുടെ ഇടയിൽ ഒരു സുവിശേഷകനായി തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. रेलवे में एक बड़े अधिकारी थे, बड़े अफसर थे, और वो अपनी नौकरी उन्होंने छोड़ी और वंचितों के बीच में, गरीबों के बीच में उन्होंने सुसमाचार की सेवा शुरू की। കഴിഞ്ഞ 60ഓളം വർഷങ്ങൾ കർത്താവിന്റെ വേലയിൽ ആ ദൈവത്തിന്റെ ദാസനായിരുന്നു. पिछले लगभग 60 सालों से वो प्रभु की सेवा में थे। അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരുന്ന ഒരു വാക്യം ഞാൻ വായിക്കുവാനിടയായി. കൂടെ കർത്താവിന്റെ വേലയിലായിരുന്ന ഭക്തന്മാരായ ദൈവദാസന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാക്യം ഞാൻ വായിക്കുവാൻ കോണമിടയായി. उनके साथ सेवकाई करने वाले परमेश्वर के दासों ने, भक्तों ने उनके बारे में जो बातें लिखी, उसमें एक बात मैंने पढ़ी। അവരിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹി വാസ് എ സ്പിരിച്വലി വെൽത്തി മാൻ. उन्होंने ये लिखा था कि वो आत्मिक रूप से एक धनवान व्यक्ति थे। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഭൗതികമായി ധനവാനാണോ എന്നുള്ളതല്ല വിഷയം. നീ മരിക്കുമ്പോൾ അതിനകത്തൊരു മാറ്ററുമില്ല നീ ഭൗതികമായിട്ട് ദരിദ്രനാണോ ധനവാനാണോ എന്നുള്ളതിൽ. मुझे सुनने वाले भाइयों और बहनों, इस बात से कोई फर्क नहीं पड़ता कि आप भौतिक रूप से धनवान है या नहीं। जब आपकी मृत्यु होगी, आप यहाँ से जाएंगे, तो आप भौतिक रूप से चाहे धनवान हो चाहे गरीब हो, उससे कोई फर्क नहीं पड़ता। എന്നാൽ ആത്മീയ വിഷയത്തിൽ നാം ധനികനാണെങ്കിൽ, ആത്മീകമായി നാം ധനികനാണെങ്കിൽ അതിന് സ്വർഗത്തിൽ വലിയൊരു പ്രതിഫലമുണ്ട്. पर अगर हम आत्मिक रूप से धनी हैं, धनवान हैं, तो उसका स्वर्ग में बड़ा प्रतिफल होगा। ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവ വിഷയമായി നമ്മൾ സമ്പന്നത പ്രാപിക്കണമെന്ന്. परमेश्वर का वचन ये कहता है कि परमेश्वर की बातों में हमें धनवान बनना है। സഹോദരങ്ങളെ, ഭൗതിക വിഷയത്തിനകത്ത് സമ്പന്നത കിട്ടണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം കൂടുതൽ വേണം, നല്ല ജോലി വേണം, നല്ല കുടുംബത്തിൽ ജനിച്ചെന്നിരിക്കണം, അപ്പനും അമ്മയും വിദ്യാഭ്യാസമുള്ള പല പല കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഭൗതികമായി ധനികനാകാൻ തക്കവണ്ണം. इस धरती पर धनवान बनने के लिए बहुत सारी बातें हैं, जैसे कि अच्छा पढ़ा लिखा जरूरी होना चाहिए, हो सकता है अच्छे खानदान में जन्म लेना, माँ बाप का पढ़ा लिखा होना, अच्छी सुविधाओं का होना, ये सारी बातें, कई सारी बातें जरूरी हो सकती हैं। എന്നാൽ ആത്മീകമായി ധനവാനാകുവാന്റെ കോണം ഇതൊന്നും വേണ്ട. നമ്മുടെ അപ്പനും അമ്മയും ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും, അവർ മദ്യപാനികളായാലും അവർ കള്ളന്മാരായാലും ദുഷ്ടന്മാരായാലും, നമ്മൾ കർത്താവിനെ അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസമില്ലെങ്കിൽ വിഷയമില്ല, ധനമില്ലെങ്കിൽ വിഷയമില്ല. ഹല്ലേലൂയ. ആത്മീകമായി സമ്പന്നത പ്രാപിക്കുവാൻ, ധനികനാകുവാൻ ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ ഒന്നും ആവശ്യമില്ല. पर आत्मिक संपन्नता के लिए, आत्मिक रूप से धनवान बनने के लिए हमारे माता पिता का प्रभु को जानना जरूरी नहीं है। चाहे वो शराबी हो, चोर हो, डाकू हो, कुछ भी हो, हमारा, चाहे हम अच्छे पढ़े लिखे ना हो, चाहे हमारे पास में किसी भी तरह की कोई सुख सुविधा ना हो, ऐसी किसी भी चीज की जरूरत नहीं है। आत्मिक रूप से धनवान बनने के लिए इस दुनिया के किसी भी मापदंड की, किसी भी चीज की जरूरत नहीं है। അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും, നമുക്കെല്ലാവർക്കും ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് ആത്മീകമായി ധനവാന്മാരായി, ധനികളായിട്ട് ജീവിച്ച് മരിക്കുവാന്റെ കോണം കഴിയും. इसलिए मुझे सुनने वाले भाइयों बहनों बच्चों, हम सब इस दुनिया से जाने से पहले, यहाँ से अपनी यात्रा समाप्त करके जाने से पहले, हम सब के सब इस दुनिया में धनी बनकर जीवन बिता सकते हैं। അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ദുഃഖിക്കണം. നമ്മുടെ കുറവുകളെ ഓർത്ത് ദുഃഖിക്കണം. കർത്താവിന്റെ ഹിതപ്രകാരം വളരുവാൻ തക്കവണ്ണം കഴിയാത്തതിനെ ഓർത്ത് ദുഃഖിക്കണം. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി വേല ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കണം. അങ്ങനെ ദുഃഖിക്കുമ്പോൾ കർത്താവ് കൃപയെ ധാരാളമായി തരിക മാത്രമല്ല, അവിടുത്തെ വയൽ പ്രദേശങ്ങളിൽ, അവിടുത്തെ വേലയിൽ നമ്മളെ ശക്തിയോട് ഉപയോഗിക്കും. നമുക്ക് ധനികരായി തീരുവാൻ കഴിയും. तो आत्मिक रूप से धनवान बनने के लिए हमें करना क्या है? प्रभु से जुड़ी बातों के बारे में हमें दुखी होना है। ये सोचकर दुखी होना है कि प्रभु मैं आपकी इच्छा के अनुसार कर नहीं पा रहा हूँ, प्रभु मैं आपकी सेवा नहीं कर पा रहा हूँ, ये सोचकर हमें दुखी होना है। जब हम इस बात के बारे में दुखी होते हैं, तो प्रभु न केवल हमें आत्मिक रूप से धनवान बनाएगा, बल्कि वो हमें अपनी सेवकाई में भी बहुत आयत से इस्तेमाल करेगा। അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മൾ നമുക്ക് വേണ്ടി കരയണമെന്ന്, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഓർത്ത് കരയണമെന്നുള്ളതാണ് നമ്മൾ കേട്ടത്. तो हम ये सुन रहे हैं कि हमें खुद के लिए रोना है, अपनी आत्मिक जिंदगी के लिए हमें रोना है।
എന്നാൽ ദൈവവചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു വിഷയത്തിന് നമ്മൾ വീണ്ടും കരയേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെ നോക്കി നമ്മൾ കരയണം, നമ്മുടെ ചുറ്റുപാടുകളെ നോക്കി കരയണം. ഈ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ, തേജസ്സേറിയ സുവിശേഷം അംഗീകരിക്കുവാൻ കഴിയാതെ നാശത്തിലേക്ക് പോകുന്ന ഒരു ജനത്തെ ഓർത്ത് നമ്മൾ കരയണം. लेकिन परमेश्वर के वचन में जब हम देखते हैं तो एक और बात है जिसके बारे में हमें रोना है, हमें दूसरों के लिए रोना है। हमारे आसपास के लोगों को, चारों ओर के लोगों को जब हम देखते हैं जो मसीह में नहीं आए हैं, जो नाश की ओर जा रहे हैं, अंधकार में जो जी रहे हैं, उनके लिए हमें रोना है। ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഓശാന നാളിൽ കർത്താവ് യെരുശലേമിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൂരെ നിന്ന് യെരുശലേമിനെ നോക്കി യേശു കർത്താവ് കരയുന്നതായിട്ട് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. लूका 19वें अध्याय में होसाना पर्व के दिन में हम देखते हैं यीशु मसीह जब यरूशलेम की ओर आता है, वो दूर से यरूशलेम को देख के उसके बारे में रोता है। യെരുശലേമിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സമാധാനത്തെ കുറിച്ച് നീ അറിയാതിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് കരയുന്നുണ്ട്. അതായത് 41 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ സമാധാനത്തെ കുറിച്ച് നീ അറിയാതിരിക്കുന്നത് ഓർത്ത് നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിന്നെ അടിമയാക്കുന്ന ദിവസങ്ങൾ വരുന്നു എന്നുള്ളത് ഓർത്ത് നീ ദുഃഖിക്കാതിരിക്കുന്നത് ഓർത്ത് നിന്നെ കുറിച്ച് ഞാൻ വിഷമിക്കുന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് യെരുശലേമിന്റെ പാപാവസ്ഥയെ ഓർത്ത്, യെരുശലേമിന്റെ നാശത്തെ ഓർത്ത് നിലവിളിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. 41 से 19 का 41 से आगे के वचनों में हम देख सकते हैं कि प्रभु ये कहता है कि तुझसे कुशल की बातें छिपी हुई है, तू उन्हें नहीं जानता, ये सोचकर वो उसके बारे में रो रहा है। और प्रभु ये कहता है कि ऐसे दिन आने वाले जब तेरे बैरी मोर्चा बांधकर तुझे घेर लेंगे, तुझे चारों ओर से दबा लेंगे, तो उसकी पाप से घिरी हुई अवस्था के बारे में सोचकर प्रभु यरूशलेम के बारे में रोता है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ കേട്ടു, നമ്മുടെ അവസ്ഥയെ ഓർത്ത് കരയണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയെ ഓർത്ത്, നമ്മുടെ കുടുംബത്തിൽ കർത്താവിനെ അറിയാതെ കഴിയുന്നവരുടെ അവസ്ഥയെ ഓർത്ത്, അവരുടെ ഭാവിയിൽ അവർ നേരിടുവാൻ പോകുന്ന നരകത്തിന്റെ അവസ്ഥയെ ഓർത്ത്, സ്വസ്ഥതയില്ലാത്ത അവസ്ഥയെ ഓർത്ത്, നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ അയൽവക്കത്തിലുള്ള ഭവനങ്ങളെ ഓർത്ത്, നമ്മൾ താമസിക്കുന്ന ഗാവിനെ ഓർത്ത് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. मेरे भाइयों और बहनों, हमने ये सुना कि हमें खुद के लिए, खुद की हालत के बारे में हमें रोना है, और दूसरा हमारे परिवार के वो लोग जो प्रभु को अभी तक नहीं जानते हैं, वो लोग जिन्होंने जो अभी तक विश्वास नहीं करते हैं, हमारे दोस्त लोग, हमारे आसपास के लोग, हमारे गांव के लोग, हमारी रिश्तेदारी के लोग, जो लोग अभी तक प्रभु को नहीं जानते, उनकी हालत को सोचकर हमें उनके बारे में रोना है। आगे आने वाले दिनों में जब उनको नरक का सामना करना पड़ेगा, उस हालत के बारे में सोचकर हमें उनके बारे में रोना है, विलाप करना है। സഹോദരങ്ങളെ കേൾക്കണമേ, ഞാൻ ദുഃഖിക്കുക എന്ന് പറഞ്ഞത് വെറുതെ ഒരു ദുഃഖം അഭിനയിക്കുക എന്നുള്ളതല്ല. ആദ്യം കേട്ടതുപോലെ പെന്തിയോ എന്നുള്ള വാക്ക് ശക്തമായ കണ്ണുനീര്, ശക്തമായ നിലവിളി. ഏറ്റവും പ്രിയപ്പെട്ടവര് മരിച്ചു പോകുമ്പോൾ നമ്മൾ എങ്ങനെ ചങ്കത്തടിച്ച് നിലവിളിക്കുന്നുവോ അതുപോലെ കണ്ണുനീരൊഴുക്കണം ഈ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ഓർത്ത്. भाइयों, जब मैं दुखी होने की, रोने की बात कर रहा हूं तो ये सिर्फ दिखावा नहीं है कि सिर्फ दिखाने के लिए हम दुखी हों या फिर हम रोने का नाटक करें। नहीं, जैसे पहले जो शब्द हमने सुना पेंथियो, यानी जैसे हम अपने किसी प्रियजन के देहांत पर छाती पीट कर रोते हैं, बिलख कर रोते हैं, बिल्कुल उसी तरह से हमें नाश होने वालों के लिए रो कर, बिलख कर प्रभु के सामने दुआ करनी है, रोना है। സഹോദരങ്ങളെ, നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകാം ജോൺ നോക്സ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ. 15-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിൽ ജീവിച്ചിരുന്ന ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു. आप में से कुछ लोगों ने सुना होगा जॉन नॉक्स नाम के परमेश्वर के दास, जो 15वीं सदी में स्कॉटलैंड में रहते थे। അദ്ദേഹത്തെ കുറിച്ചുള്ള ജീവചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുവാനിടയായിട്ടുണ്ട്. उनकी जीवनी में मैंने इस तरह से पढ़ा है, അദ്ദേഹം പല രാത്രികളിലും ഉറങ്ങാറില്ല. അദ്ദേഹത്തിന്റെ ഈ ആ വീടിന്റെ തറയിലിരുന്ന്, തറയെന്ന് പറയുമ്പോൾ മരം കൊണ്ടുണ്ടാക്കിയ തറയാണ്, പലകൾ അടിച്ച തറയാണ്. അതിൽ കണ്ണുനീരോടെ കമുന്നു കിടന്ന് കരയുന്ന കാഴ്ച പലപ്പോഴും ആ ഭാര്യ കാണാറുണ്ടായിരുന്നു. उनके बारे में ये मैंने पढ़ा कि कई रातों को वो सोते नहीं थे फर्श पर। वो फर्श जो लकड़ी की फट्टियों से बना हुआ था, उस पर कई रातों को वो रोते हुए पड़े रहते थे। इसे उनकी पत्नी ने कई बार देखा। പലപ്പോഴും ഭാര്യയ്ക്ക് ഇത് കണ്ട് വേദനയായി കഴിഞ്ഞ്, ഇത്രയും പ്രായമായ മനുഷ്യൻ കണ്ണുനീരോടെ ഉറങ്ങാതെ ഈ നിലവിളിക്കുന്നത് കണ്ടിട്ട് ഭാര്യ പറയാറുണ്ട്, നിങ്ങൾ എഴുന്നേറ്റ് വന്ന് കിടന്നുറങ്ങ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. पत्नी बहुत बार जब अपने पति को इस तरह कई रातों तक बिना सोए, रोते हुए, बिलखते हुए ऐसे फर्श पर पड़े हुए देखती तो वो परेशान हो जाती। वो कहती उनसे कि तुम आकर सो जाओ।
പലപ്പോഴും ഹാലലി അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണെന്ന് ജീവചരിത്രത്തിൽ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഹാലലി, ഈ സ്കോട്ട്ലൻഡ് മുഴുവനും നരകത്തിലേക്ക് പോകുമ്പോൾ, ഇവിടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടാതിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ സ്വസ്ഥതയോടെ ഉറങ്ങാൻ കഴിയും? पर उनकी जीवनी में मैंने उनके जवाब को पढ़ा। उन्होंने ये जवाब दिया, वो अपने पत्नी से ये कहा करते थे कि जब पूरा स्कॉटलैंड नरक की ओर जा रहा है, इतने सारे लोग, जब इन्होंने उद्धार नहीं पाया है, तो मैं चैन की नींद कैसे सो सकता हूँ। ആ ഭക്തന്റെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? 15-ാം നൂറ്റാണ്ടില് സ്കോട്ട്ലൻഡിൽ വലിയൊരു റിവൈവൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. उस भक्त के आंसुओं का परिणाम क्या हुआ आप जानते हैं? 15वीं सदी में वहां पे एक बड़ी बेदारी आती है स्कॉटलैंड में। ഒരു വലിയ ജനത്തെ കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ആ ഭക്തന്റെ കണ്ണുനീര് കൊണ്ട് കഴിഞ്ഞു, ആ ഭക്തന്റെ നിലവിളി കൊണ്ട് കഴിഞ്ഞു. ശക്തമായ ശുശ്രൂഷയിൽ ആ ദൈവദാസനെ ആ ദേശത്ത് കർത്താവ് ഉപയോഗിച്ചു. उस परमेश्वर के दास के आंसुओं के कारण, उनके रोने के कारण परमेश्वर ने बहुत बड़ी संख्या में लोगों को अपनी ओर आकर्षित किया। प्रभु ने बड़ी संख्या में लोगों को अपनी ओर लाने के लिए अपने उस दास को सेवकाई में इस्तेमाल किया। പിൽക്കാലത്ത് അനേക ചെറുപ്പക്കാർക്ക് പല പല തലമുറകളിൽ ജോൺ നോക്സ് എന്ന് പറയുന്ന ഒരു മാതൃകയായി തീർന്നു. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അനേക സുവിശേഷകർ ആ ദേശത്തും ലോകത്തിന്റെ പലയിടങ്ങളിലും എണിൽപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. और आगे आने वाली पीढ़ियों के लिए, जवानों के लिए जॉन नॉक्स एक आदर्श बन गए। उनके पद चिन्हों पर चलते हुए बहुत से लोग सेवकाई में आगे बढ़े, वो उनके लिए एक आदर्श बन गए। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവദാസ ദൈവദാസി, നിന്നെ ആക്കിയിരിക്കുന്ന ദേശത്ത് നീ ചെന്നതല്ല, ദൈവം നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവം നിന്നെ അവിടെ എത്തിച്ചിരിക്കുക. मुझे सुनने वाले भाई बहन, परमेश्वर के दास, परमेश्वर की दासी, आप जिस गांव में, शहर में, जिस जगह पर रहते हैं, वहां पे आप अपनी मर्जी से गए नहीं है, प्रभु ने आपको वहां रखा है। നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് മുട്ടിന്മേൽ നിന്നുകൊണ്ട് കണ്ണുനീരോടുകൂടി ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആ ഗാവിന് വേണ്ടി, ആ വില്ലേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കർത്താവ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ ചില റിവൈവലുകൾ അയക്കുന്നത് കാണുവാനായിട്ട് കഴിയും. जिस जगह प्रभु ने हमें रखा है, उस गांव के लिए, उस शहर के लिए, उस जगह के लिए अगर हम रो रो कर विलाप के साथ प्रभु के सामने प्रार्थना करते हैं, तो हम खुद अपनी आंखों से प्रभु के भेजे गए एक बेदारी को अपनी आंखों से देखने पाएंगे। യഥാർത്ഥ ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകം അവരെ കണ്ട സമയം മാത്രമല്ല, എന്നാൽ ലോകം അവരെ കാണാത്ത സമയങ്ങളിൽ തങ്ങളുടെ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ ദേശത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ജീവിത അനുഭവവും ജീവിതചര്യയുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. सच्चे भक्तों को अगर आप देखें तो वो सिर्फ दुनिया के देखते समय ही नहीं, बल्कि जब वो अकेले एकांत में होते, दुनिया की नजरों से दूर होते, तब भी वो प्रभु के सामने घुटने टिकाकर रो रो कर प्रार्थना करना उनकी दैनिक दिनचर्या में शामिल था। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ നാളുകളിൽ കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് നോക്കുന്നത് തന്റെ ഹൃദയം അറിഞ്ഞ്, തന്റെ ഹിതമറിഞ്ഞ്, തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ചില വ്യക്തികളെ ദൈവം നമ്മുടെ മധ്യത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. मुझे सुनने वाले भाइयों और बहनों, परमेश्वर आज इन दिनों में कुछ ऐसे लोगों को हमारे बीच में खोज रहा है जो उसकी इच्छा को जानकर, उसकी इच्छा के अनुसार लोगों के लिए बिचवाई करने के लिए तैयार हो, लोगों के लिए घुटनों पर बैठकर रोने के लिए, प्रार्थना करने के लिए तैयार हो। ऐसे कुछ लोगों को प्रभु आज के दिन खोज रहा है। ഇസക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പ്രവാചകനോട് പറയുന്നുണ്ട്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ നിങ്ങളുടെ ഇടയിൽ അന്വേഷിക്കുന്നുവെന്ന്, ആരെയും കണ്ടില്ലെന്ന്. यह हिजकिय्याह 22वें अध्याय में प्रभु नबी से ये कहता है कि मैंने इस देश को नाश होने से बचाने के लिए, इसकी शहरपना को गिरने से बचाने के लिए एक व्यक्ति को खोजा जो इसके लिए बिचवाई करे, पर मुझे एक भी नहीं मिला। ഞാൻ എന്റെ മുമ്പിൽ ഈ സൂമിൽ കാണുന്നത് അനേക ചെറുപ്പക്കാരെ ഞാൻ എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുകയാണ്. मैं इस जूम पर कई जवानों को अपनी आंखों के सामने देख रहा हूँ। എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന എന്റെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നുവെങ്കിൽ, അടിയൻ ഇതാ കർത്താവേ, അടിയനെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് നീ ഏൽപ്പിക്കുന്നുവെങ്കിൽ, നിന്റെ വിദ്യാഭ്യാസം പ്രശ്നമല്ല, നിന്റെ കുടുംബ മഹിമ പ്രശ്നമല്ല, നിന്റെ ജ്ഞാനം പ്രശ്നമല്ല, ദൈവവചനത്തിലുള്ള നിന്റെ ജ്ഞാനം പ്രശ്നമല്ല, നീ സമർപ്പിച്ചു കൊടുത്താൽ അതിശക്തിയോടെ തന്റെ ആത്മാവിനാൽ അവൻ നിന്നെ ഈ നാളുകളിൽ ഉപയോഗിക്കും. मुझसे प्रेम करने वालों, परमेश्वर से प्रेम करने वालों, परमेश्वर के जनों, जवानों, मैं आपसे कहना चाहता हूं, अगर आप
प्रभु से ये कहेंगे कि प्रभु मैं आपकी इच्छा के लिए खुद को समर्पित करता हूं, मुझे इस्तेमाल कर। अगर आप ये समर्पण करने के लिए तैयार हैं तो आपकी पढ़ाई लिखाई चाहे कितनी भी हो, आपका परिवार चाहे कैसा भी हो, परमेश्वर के वचन की जानकारी आपकी चाहे कैसी भी हो, उससे कोई फर्क नहीं पड़ता है। अगर आप ये समर्पण करेंगे, प्रभु आज की पीढ़ी में बहुतायत से आपको इस्तेमाल करेगा। നാം പഠിച്ച വാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവിടെ എഴുതിയിരിക്കുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. और हमने जो वचन पढ़ा हम उसकी ओर वापस आते हैं। वो वचन कहता है धन्य है वे जो शोक करते हैं या दुखी होते हैं, क्योंकि वे शांति पाएंगे। നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസം ദൈവം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തരും. നാം ഏത് വിഷയത്തിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവോ, ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുന്നുവോ, അതിന്റെ ആശ്വാസം കണ്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ കോണമിടയാകും. जिस बात के बारे में हम रो रो कर आंसुओं के साथ में प्रार्थना कर रहे हैं, परमेश्वर की इच्छा के अनुसार जिस विषय के लिए हम प्रार्थना कर रहे हैं, उसी विषय पर हमारी आंखों से परमेश्वर शांति को पाने में, दिलासा को पाने में हमारी मदद करेगा, उसका उत्तर देखने में हमारी मदद करेगा। So in conclusion, let me conclude this with these two aspects. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ വിഷയം അവിടെ നിർത്തുകയാണ്. ഒന്ന്, നമ്മുടെ ആത്മീയ അധപ്പതനമോർത്ത്, നമ്മുടെ ആത്മീയ കുറവുകളോർത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കുക. അതിനുശേഷം നാം നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ, നമ്മുടെ സഭയിലുള്ളവരുടെ, നമ്മുടെ ദേശത്തുള്ളവരുടെ ആത്മീയ തകർച്ചയെ ഓർത്ത് അവർക്ക് വേണ്ടി നിലവിളിക്കുകയും കർത്താവേ എന്നെ അവരുടെ സഹായത്തിനായി എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. तो मैं ये दो बातें बताकर इस बिंदु को यहीं पर रोकना चाहता हूं। एक तो हम खुद के आत्मिक पतन के लिए, खुद की आत्मिक कमियों के लिए प्रभु के सामने रोएं, दुखी हों, और दूसरा हमारे आसपास के लोगों के लिए, हमारे चारों ओर रहने वाले लोगों के लिए, हमारी कलीसिया के लोगों के लिए, हमारे परिवार के लोगों के लिए, हमारी रिश्तेदारी के लोगों के लिए, उनकी आत्मिक पतन को, उनकी आत्मिक बर्बादी को देखकर हम उनके लिए प्रभु के सामने दुखी हों, उनके लिए हम रोएं। അതുകൊണ്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. तो मत्ती का सुसमाचार 5वां अध्याय 5वां वचन, अगले वचन की ओर हम आएंगे। അവിടെ എഴുതിയിരിക്കുന്നു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. वहां पर लिखा है धन्य है वे जो नम्र हैं, क्योंकि वे पृथ्वी के अधिकारी होंगे। Blessed are the meek, for they shall inherit the earth. धन्य है वे जो नम्र हैं, क्योंकि वे पृथ्वी के अधिकारी होंगे। അവിടെ മീക്ക്നെസ് എന്നുള്ള വാക്കാണ് സൗമ്യതയ്ക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ये अंग्रेजी में जो शब्द इस्तेमाल किया गया है वो नम्रता का जो शब्द इस्तेमाल किया गया अंग्रेजी में, അതിന് ഗ്രീക്കിൽ പ്രൊവോറ്റിറ്റ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ താഴ്മയെ കാണിക്കുന്ന വാക്ക്. और उसका जो ग्रीक में, यूनानी भाषा में जो शब्द है वो भी नम्रता या दीनता को दिखाने वाला शब्द है। ഈ മീക്ക്നെസ് എന്ന വാക്ക് വീക്ക്നെസ് എന്ന വാക്കല്ല. ये जो नम्रता है वो कमजोरी नहीं है। കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ദൈവവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മീക്കാണ് അല്ലെങ്കിൽ സൗമ്യതയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബലഹീനനായ വ്യക്തിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. क्योंकि इसका मतलब जब हम ये कहते हैं कि प्रभु की उपस्थिति में कोई नम्र है, दीन है, तो इसका मतलब ये नहीं कि वो व्यक्ति कमजोर है। അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ വചനത്തിൽ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഈ മീക്ക്നെസ് എന്ന വാക്ക് ഉപയോഗിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. परमेश्वर के वचन में दो व्यक्तियों के बारे में इस नम्र शब्द का इस्तेमाल किया गया है। മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് യേശു കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുന്നു, താൻ സൗമ്യതയുള്ളവനാണെന്ന്. मत्ती 11 का 29वां अध्याय अगर हम देखें, वहां पर प्रभु यीशु मसीह खुद के बारे में ये कहता है कि वो नम्र और मन में दीन है। അതുപോലെ തന്നെ ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ സൗമ്യതയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു, മോശയെ കുറിച്ച് പറയുന്നു. इसी तरह गिनती 12 के 3 में एक नम्र व्यक्ति के बारे में बताया गया है, मूसा के बारे में बताया गया है। ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രൊവോറ്റിറ്റ എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഗ്രീക്ക് വേർഡിന്റെ മീനിങ് ഇതാണ്: എല്ലാ കഴിവുകളും ഉണ്ടെങ്കിലും, എല്ലാ ബലവും ഉണ്ടെങ്കിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായി സ്വയം താഴ്ത്തിക്കൊടുക്കുന്ന അവസ്ഥയാണ് സൗമ്യത എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. प्रोवोथिटा जो यूनानी शब्द है नम्रता का, उसका मतलब मैंने आपको बताया कि चाहे पूरी ताकत हो, पूरी क्षमता हो, लेकिन फिर भी जब हम प्रभु के सामने आते हैं तो हम प्रभु के सामने ये कहते हैं, प्रभु मेरे अंदर कोई ताकत नहीं है, मेरे अंदर कोई क्षमता नहीं है, मैं कुछ भी नहीं हूं।
അതിന്റെ അർത്ഥം ഇതാണ്, മറുപടി കൊടുക്കുവാൻ നമുക്ക് വാക്കുകളുണ്ട്, ഉപയോഗിക്കുവാൻ നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്, നമ്മുടെ കൂടെ ആളിനെ കൂട്ടുവാൻ തക്കവണ്ണം നമുക്ക് കഴിവുണ്ട്. എന്നാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നാം ഒരു ദൈവദാസനായതുകൊണ്ട്, നമ്മളൊരു ദൈവ പൈതലായതുകൊണ്ട് നമുക്കുള്ള ഫാക്കൽറ്റീസ് ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഒരു സാധുവിനെ പോലെ കർത്താവിൽ മാത്രം ആശ്രയിച്ച് നമ്മളെ താഴ്ത്തി കൊടുക്കുന്ന അനുഭവമാണ് സൗമ്യത. इसका मतलब ये है कि देने के लिए हमारे पास जवाब है, इस्तेमाल करने के लिए हमारे पास अधिकार है, हमारे पास में ताकत है। पर प्रभु की संतान होने के कारण, प्रभु का दास होने के कारण हम अपने इन किसी भी योग्यताओं का इस्तेमाल नहीं करते हैं, हम जवाब नहीं देते, हम अधिकार का इस्तेमाल नहीं करते, अपने आप को नम्र और दीन करते हैं। വ്യക്തിപരമായ ജീവിതത്തിലായാലും സഭാ ജീവിതത്തിലായാലും ശുശ്രൂഷാ ജീവിതത്തിലായാലും പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ മധ്യത്തിലെ മത്സരമാണ്. चाहे व्यक्तिगत जिंदगी हो, चाहे पारिवारिक जिंदगी हो, चाहे कलीसिया की या सेवकाई की जिंदगी हो, बहुत बार हम आगे इसलिए नहीं बढ़ पाते हैं क्योंकि हमारे अंदर आपस में होड़ होती है। നമുക്ക് ആരുടെയും മുമ്പിൽ താഴുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ദൈവഹിതത്തിന് മുമ്പിൽ കീഴ്പ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. हम किसी के सामने झुकना नहीं चाहते, प्रभु की इच्छा के अधीन नहीं होना चाहते। ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ അതിന് തിരിച്ചു മറുപടി കൊടുക്കാതെ നമുക്ക് സ്വസ്ഥതയില്ല. എവിടെയും ഞാൻ നിന്നേക്കാൾ മോശമല്ല എന്ന് തെളിയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വ്യഗ്രതയാണ് നമ്മളിൽ പലരുടെയും ജീവിതത്തിലുള്ളത്. कोई भी हमें दर्द पहुंचाने वाला कोई शब्द बोलता है, तो जब तक हम पलटकर जवाब नहीं देते तब तक हमें चैन नहीं मिलता, और हर जगह हम दूसरे को यही दिखाते हैं कि मैं कहीं भी किसी भी मामले में तुझसे कमतर नहीं हूं। പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ണുനീര് കാണിക്കാറുണ്ട്, പ്രസംഗിക്കുമ്പോൾ നമ്മൾ തൊണ്ടയിടറി പ്രസംഗിക്കാറുണ്ട്. എന്നാൽ പ്രാർത്ഥന മാറുമ്പോൾ, പ്രസംഗം മാറുമ്പോൾ നമ്മുടെ വായിലൂടെ വരുന്ന ശബ്ദം മറ്റെന്താണെന്നറിയാമോ? ലോകത്തിൽ എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്നുള്ള ധ്വനിയാണ്. प्रार्थना करते समय हम आंसू बहाते हैं, प्रचार करते समय हम इतने जोर से प्रचार करते हैं कि कंठ रूंध जाता है, पर प्रार्थना खत्म होने के बाद, प्रचार खत्म होने के बाद हमारे मुंह से जो शब्द निकलता है वो ऐसा होता है जो बताता है कि मुझसे बड़ा इस दुनिया में कोई नहीं है। കർത്താവിന്റെ വചനം പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. प्रभु का वचन कहता है, धन्य है वे जो नम्र हैं, क्योंकि वे पृथ्वी के अधिकारी होंगे। ഈ ലോകത്തിന്റെ സംസാരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൗമ്യതയുള്ളവർക്ക് ലോകത്തിൽ ഒരവകാശവും കിട്ടാൻ സാധ്യതയില്ല. इस दुनिया के तौर तरीके को अगर आप देखें तो जो नम्र है वो इस दुनिया में अपने अधिकार को पा ही नहीं सकता। ഈ ലോകത്തിൽ എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ മിടുക്കന്മാർക്ക് മാത്രമേ അത് നേടാൻ പറ്റത്തുള്ളൂ. इस दुनिया में सिर्फ तेज तर्रार ही अपना अधिकार पा सकता है। ആരെങ്കിലും എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ ജയിച്ചവനാണെന്ന് വെളിപ്പെടുത്തിയാലും തെളിയിച്ചെങ്കിലും മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയൂ. अगर कोई कुछ पाना चाहता है, पाता भी है, तो केवल तभी उसको मिलता है जब वो ये साबित कर दे कि वो जीत चुका है, उसने पा लिया है। ഇവിടെ കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, ദൈവഹിതപ്രകാരമായിട്ടുള്ളത് നേടണമെന്നുണ്ടെങ്കിൽ സൗമ്യതയുള്ളവരായി നമ്മൾ മാറണം. यहाँ परमेश्वर का वचन हमें ये सिखाता है कि अगर परमेश्वर की इच्छा के अनुसार हमें पाना है तो हमें नम्र बनना होगा। ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. यहाँ देखिए, धन्य है वे जो नम्र हैं, क्योंकि वे पृथ्वी के अधिकारी होंगे। ഏത് ഭൂമിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? क्या आपने कभी सोचा है भाइयों कि ये किस पृथ्वी या धरती की बात की जा रही है? റെവലേഷൻ വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 വാക്യത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയെ കുറിച്ചും പറയുന്നുണ്ട്. प्रकाशित वाक्य 21 के 1 में एक नए आकाश और नई पृथ्वी के बारे में बताया गया है। ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭൂമിയും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ആകാശവും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മാഞ്ഞു പോകും, ഇല്ലാതായി പോകും എന്ന് വളരെ വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. अभी जो आकाश और जो पृथ्वी हमें नजर आ रही है, परमेश्वर का वचन साफ साफ हमें सिखाता है कि वो कुछ समय बाद हट जाएगा, जाता रहेगा। ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് കഴിയുമ്പോൾ സംഭവിക്കുവാൻ പോകുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും സംഭവിക്കുവാൻ പോവുകയാണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം. और इसके हटने के बाद, प्रभु के दूसरे आगमन के बाद क्या होगा? वो 1000 साल के शासन के बाद में एक नया आकाश और एक नई पृथ्वी होगी। ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഈ ഭൂമിയിൽ എല്ലാം ഉണ്ടായിട്ടും എനിക്കൊന്നുമില്ല, കർത്താവിന് വേണ്ടി ഒന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ സൗമ്യതയോടെ ആര് ജീവിക്കുന്നുവോ അവർക്ക്
അന്ന് ആ പുതിയ ഭൂമിയിൽ അവകാശം ലഭിക്കും. इस धरती पर सब कुछ होने के बावजूद जो प्रभु की खातिर सब कुछ छोड़ने के लिए तैयार रहता है, पृथ्वी पर प्रभु के लिए जो नम्र रहता है, उसके लिए उस दिन उस पृथ्वी का वो अधिकारी बनेगा. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കയ്യിലുള്ളതെല്ലാം എറിഞ്ഞു കളയുക എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം ഇതാണ്: എന്ത് ഈ ഭൂമിയിൽ എനിക്കുണ്ടെങ്കിലും ഇല്ലാത്ത വ്യക്തിയെ പോലെ ഞാൻ ജീവിക്കുക, അതുമായിട്ടുള്ള എന്റെ ബന്ധം ക്ഷണികമാണെന്ന് തിരിച്ചറിയുക. अरे भाइयों और बहनों, प्रभु के लिए मेरे पास में जो कुछ है उसको खोने का मतलब ये नहीं कि जो कुछ आपके पास में सब कुछ आप उठा के फेंक दो, पर उसका मतलब ये है कि मेरे पास जो कुछ भी है इस दुनिया में, उससे मेरा रिश्ता सिर्फ क्षण भर का है, उससे मेरा नाता सिर्फ इतना सा है. പലപ്പോഴും കൂട്ടു സഹോദരങ്ങളുമായിട്ട് നമുക്ക് ഒന്നിച്ചിരിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം അവരെക്കാൾ നമ്മൾ ഒന്നിൽ ജാതിപരമായി, അല്ലെങ്കിൽ സാമ്പത്തികപരമായി, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി ഉയർന്നവരാണെന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. बहुत बार हम दूसरे साथी विश्वासियों के साथ इसलिए नहीं बैठ पाते हैं क्योंकि हमें लगता है कि या तो पढ़ाई के मामले में, या पैसे के मामले में, या जाति के मामले में हम उनसे ऊंचे हैं, बड़े हैं. എന്നാൽ ഒന്ന് ഓർത്തു നോക്കിയ സഹോദരങ്ങളെ, ഈ ഉന്നത നിലവാരം എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നത് ഇല്ല എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധി നമുക്ക് താഴുവാൻ കഴിയത്തില്ലേ? ഈ ലോകത്തിലുള്ള ആരുടെയും നിലയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കൊണ്ട് നമുക്ക് കഴിയത്തില്ലേ? पर सोच के देखिए भाइयों और बहनों, जिस चीज के मामले में मैं खुद को बड़ा या ऊंचा मानता हूं, अगर मैं उसी चीज में खुद को कम मान लूं, मैं ये सोच लूं कि ये मेरे पास है ही नहीं, तो क्या हम प्रभु के सामने झुक नहीं सकते? क्या हम दूसरे किसी भी व्यक्ति के स्तर तक नीचे नहीं उतर सकते? സർവശക്തനായ കർത്താവ്, ഉന്നതനായ കർത്താവ്, രാജാതിരാജാവായ കർത്താവ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല പ്രപഞ്ചത്തിന്റെയും ഉടയവനായ കർത്താവ്, അസംഖ്യ കോടി ദൂതന്മാരാൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന കർത്താവ്, തന്റെ സകല മഹത്വത്തെയും വിട്ട് ഒന്നുമില്ലാത്തവനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എനിക്കും നിങ്ങൾക്കും മാതൃക കാണിച്ചു തരാനാ. सर्वशक्तिमान प्रभु, सर्वोच्च प्रभु, वो राजाओं का राजा और प्रभुओं का प्रभु, जिसकी करोड़ों करोड़ स्वर्गदूत आराधना करते थे, वो स्वर्ग की अपनी सारी महिमा को छोड़कर इस धरती पर इसलिए आया ताकि मुझे और आपको वो एक उदाहरण, एक आदर्श दिखाए. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ വെറും സാധുവായി ജീവിച്ചു, പാവപ്പെട്ടവനായി ജീവിച്ചു. ഹല്ലേലൂയ! അവിടെ കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാൻ, തനിക്ക് കിടക്കാനിടമില്ല, തനിക്ക് വസിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, താൻ കടന്നു പോകുന്നിടത്തൊക്കെയും മലയിൽ കിടന്നുറങ്ങുന്നുണ്ട്, ആ പാറയിൽ കിടന്നുറങ്ങുന്നുണ്ട്, ആ ഫീൽഡിൽ കിടന്നുറങ്ങുന്നുണ്ട്. സാധാരണക്കാരായ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരോട് കൂടി അവൻ വസിച്ചു. അങ്ങനെയുള്ളവരെ തന്റെ ശിഷ്യരാക്കി തീർത്തു. എളിമയുള്ള ജനത്തിന്റെ കൂടെ അത്യുന്നതനായവൻ വസിക്കുന്നത് കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. प्रभु यीशु मसीह जब इस दुनिया में आया, हम उसकी जिंदगी में देखते हैं कि वो एक बिल्कुल ही साधारण से व्यक्ति की तरह जिंदगी बिताता है, एक गरीब व्यक्ति की तरह जिंदगी बिताता है. और वचन में हम उसके बारे में देखते हैं कि उसके पास सिर ढकने की जगह नहीं थी, उसके पास सोने की, रहने की जगह नहीं है, कभी खेतों में तो कभी पहाड़ों पर, और बहुत ही साधारण लोगों के साथ में, गरीबों के साथ में वो उठता बैठता है, उनके साथ में रहता है. നമ്മളിൽ പലരും പലപ്പോഴും പറയാറുണ്ട്, ഞാൻ കർത്താവിന്റെ പക്കലേക്ക് വന്നു, കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നു, ഞാൻ ഇപ്പോൾ പഴയ ആളല്ല, ഞാൻ ഇന്നൊരു ദൈവ പൈതലാണ്, ദൈവദാസനാണ്. എന്നാൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും നാം അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയ ജാതിയിലുള്ളവനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ വിദ്യാഭ്യാസമുള്ളവനാണ്, മറ്റുള്ളവരെക്കാൾ കുടുംബമഹിമയുള്ളവനാണ്, മറ്റുള്ളവരെക്കാൾ പണം എനിക്കുണ്ട്, മറ്റുള്ളവർക്കില്ലാത്ത പലതും എന്റെ കയ്യിലുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നത് നിനക്ക് സൗമ്യത വേണം. हम में से बहुत से लोग ये कहते तो हैं कि अब मैं प्रभु में आ गया हूँ, अब मैं प्रभु का संतान बन गया हूँ, अब मैं प्रभु का दास, प्रभु की दासी बन गया हूँ. जब हम ये कहते हैं, लेकिन वो कहते समय ही हमारे दिल की गहराई के अंदर, हमारे दिल में ये विचार रहता है कि मैं जाति के मामलों में दूसरों से बड़ा हूँ, मैं धन के मामले में दूसरों से धनवान हूँ, मैं पढ़ाई लिखाई के मामले में दूसरों से कहीं ज्यादा ऊंचा हूँ. ये सारे के सारे विचार हमारे मन के अंदर रहते हैं. हमें लगता है कि हम इन बातों में दूसरों से बड़े हैं, लेकिन प्रभु का वचन कहता है हमें नम्रता की जरूरत है. സഹോദര സഹോദരി, നീ ഉന്നതി പറയുന്നതൊന്നും നിന്റെ കയ്യിൽ വന്നതല്ല. നീ ഉന്നത കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് നീ ഉന്നതിയുള്ളവനായി തീർന്നത്.
നീ ഒരു സാധാ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ നീ അങ്ങനെയായി തീരുമായിരുന്നു. ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കൾ ധനികരായിരുന്നത് കൊണ്ടാണ് നിന്റെ ധാരാളം പണം വരുവാൻ കാരണമായത്. നീ നല്ല വിദ്യാഭ്യാസം ചെയ്യുവാൻ തക്കവണ്ണം കാരണമായത്. നിന്റെ മാതാപിതാക്കൾ ദരിദ്രരായിരുന്നുവെങ്കിൽ നീ ഒരിക്കലും ഈ ഇന്ന് കാണുന്ന അവസ്ഥയിൽ വരികയില്ലായിരുന്നു. അപ്പോൾ നീ ഓർക്കേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവിന്റെ ദയ കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ആയി തീർന്നത് എന്നുള്ള ചിന്തയായിരിക്കണം നമ്മളെ ഭരിക്കേണ്ടത്. ആ ചിന്തയാണ് നമ്മളെ സൗമ്യതയിലേക്ക് നയിക്കുക. भाई और बहनों, जिन बातों को हम बड़ा मानते हैं, आप एक बार सोच कर देखिएगा कि अगर आप बड़े हैं तो शायद वो आपको आपके बल पर नहीं मिला है, आपके परिवार के कारण मिला है। अगर आप जाति में ऊंचे हैं तो परिवार, उस परिवार में जन्मे इसलिए आप ऊंचे। अगर किसी और परिवार में जन्म लेते तो आप भी दूसरों की तरह साधारण या नीची जाति के हो जाते। अगर आप धनी हैं तो शायद आपके माता पिता के पास में धन होगा, इसलिए आप धन के मामले में ज्यादा आगे बढ़ गए। या पढ़ाई लिखाई में अच्छे हैं तो माँ बाप के पास में पैसा था इसलिए अच्छे पढ़ लिख गए। गरीब के घर में पैदा होते तो शायद वो नहीं हो पाता। तो प्रभु के सामने अगर नम्र बनना है तो हमें ये सोचना है कि ये तो प्रभु की कृपा है, दया है कि आज मैं ऐसा हूं। अगर ऐसा नहीं होता तो शायद मेरी हालत जैसी आज है वैसी नहीं होती। ये सोच हमें नम्रता की ओर ले जाएगी। 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ദാറ്റ് യു ഹാവന്റ് റിസീവ്ഡ് ഫ്രം ഗോഡ്. 2 कुरिन्थियों चौथे കർത്താവിൽ നിന്ന് ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? 2 कुरिन्थियों चौथे अध्याय में हम देखते हैं प्रभु का वचन ये कहता है कि तेरे पास ऐसा क्या है जो तूने प्रभु से पाया न हो। എല്ലാം കർത്താവിന്റെ ദാനം മാത്രമാണെന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സൗമ്യത കടന്നു വരും. भाइयों, जब हम इस बात को पहचान लेते हैं कि हमारे पास जो कुछ है वो सब कुछ प्रभु का दान है, उसका अनुग्रह है, तो अपने आप नम्रता हमारी जिंदगी में आ जाएगी। ദൈവവചനത്തിൽ നമ്മൾ കേട്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് സൗമ്യതയെ കുറിച്ച് പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീനെന്ന്. परमेश्वर के वचन में हमने देखा, मत्ती के सुसमाचार 11वें अध्याय में प्रभु यीशु मसीह कहता है, मैं नम्र और मन में दीन हूं, इसलिए मुझसे सीखो। നമ്മുടെ കർത്താവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തോട്ടത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്കറിയാം, കെദ്രോൻ തോട്ടത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യം 26:53 നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ശിഷ്യന്മാര് പത്രോസ് വാൾ ഊരിയിട്ട് മൽക്കസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചെവി വെട്ടിമുറിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, നീ വാള് ഉറയിലിടുക. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പിതാവിനോട് ചോദിച്ചാൽ 12 ലെഗിയോനിലധികം ദൂതന്മാരെ അയച്ചു തരുവാൻ തക്കവണ്ണം അവന് കഴിയുകയില്ലയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. हमारे प्रभु यीशु मसीह को गतसमनी के बाग में जब सैनिक पकड़ने के लिए आते हैं, गिरफ्तार करने के लिए आते हैं, उस समय हम मत्ती का सुसमाचार 26वां अध्याय 51 से आगे के वचनों में हम देखते हैं कि पतरस अपनी तलवार निकालकर मलखुस को महायाजक के दास के कान पर चलाता है, उसका कान काट देता है। तब यीशु उससे कहता है, अपनी तलवार म्यान में रख ले, क्या तू नहीं जानता कि मैं अपने पिता से विनती कर सकता हूँ और वह स्वर्गदूतों की 12 पलटन से अधिक मेरे पास अभी उपस्थित कर देगा। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, തന്റെ ഒരൊറ്റ വാക്ക് മതി 12 ലെഗിയോനിലധികം. 12 ലെഗിയോൻ, ഒരു ലെഗിയോൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കണക്ക് നോക്കി കഴിഞ്ഞാൽ 6000 നമ്പേഴ്സ് വരും. 12 × 6 ഏതാണ്ട് 72,000 ദൂതന്മാരെ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി ഇറങ്ങി വന്ന് തന്റെ ചുറ്റും നിൽക്കുമായിരുന്നു. അതിന് തക്ക കഴിവുള്ളവനായിരുന്നു നമ്മുടെ കർത്താവ്. भाई और बहनों, सोच कर देखिए, उसका एक शब्द काफी था। 12 पलटन से ज्यादा स्वर्गदूत वहां पर उपस्थित हो जाते। एक पलटन का मतलब हिसाब से कम 6000, तो 12 पलटन यानी 72,000 स्वर्गदूत उसके सिर्फ एक शब्द पर उतर कर आ जाते। इतना ताकतवर, इतनी क्षमता वाला था हमारा प्रभु। നമുക്കറിയാം, ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു രാത്രിയിൽ ഒരു ദൂതൻ നശിപ്പിച്ചു കളഞ്ഞ അശൂർ വംശക്കാരെന്ന് പറയുന്നത് 1,85,000 പേരെയാണ് ഒരു ദൂതൻ ഒറ്റ രാത്രി കൊണ്ട് കൊന്നത്. और हम जानते हैं पुराने नियम में अशूरियों की छावनी में अकेला एक स्वर्गदूत उतरकर एक रात में 1,85,000 लोगों को मार डालता है। अकेला അങ്ങനെയാണെങ്കിൽ 72,000 ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം കാണുമോ? പിന്നെ अगर ऐसा है तो 72,000 स्वर्गदूत अगर उतर आए तो दुनिया में कुछ बचेगा? അത്ര കഴിവുള്ളവനായ കർത്താവ് തല കുനിച്ചുകൊണ്ട് പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗം സഹോദരങ്ങളെ ഭാവനയിൽ ഒന്ന് ഓർത്തു നോക്ക്. അതാണ് സൗമ്യത.
भाइयों, अपनी कल्पना में थोड़ा सा सोच कर देखिए, इतना सामर्थी प्रभु पिलातुस के सामने सिर झुकाकर खड़ा है, उसी को नम्रता कहते हैं। ഇത്രമാത്രം കഴിവുള്ളവനായ വലിയവനായ ദൈവമാണ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം കൈ നീട്ടിക്കൊടുത്തത്. इतना सामर्थी ताकतवर परमेश्वर जब उसको गिरफ्तार करने के लिए लोग आते हैं तो वो अपने हाथ फैला देता है। എന്തുകൊണ്ടാണെന്നറിയാമോ അവൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തത്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണമാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പിതാവിന്റെ ഹിതത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. पता है वो ऐसा क्यों करता है? वो पिता की इच्छा को पूरा करने के लिए इस धरती पर आया था और वो पिता की इच्छा के लिए खुद को सौंप देता है। അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, പീലാത്തോസ് യേശു കർത്താവിനെ പരിഹസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. इसी तरह यूहन्ना 19वें अध्याय में हम देखते हैं पिलातुस यीशु का मजाक उड़ाता है। പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിന്നെ വിട്ടയക്കാൻ എനിക്ക് അധികാരമുണ്ടെന്നും നിന്നെ ശിക്ഷിക്കാൻ അധികാരമുണ്ടെന്നും നിനക്ക് അറിയത്തില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. पिलातुस यीशु से पूछता है कि तू मेरी बात का जवाब क्यों नहीं देता? क्या तू नहीं जानता कि तुझे छोड़ने का और तुझे दंड देने का भी अधिकार मेरे पास है? തിരിച്ചേശു കർത്താവ് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? സ്വർഗത്തിൽ നിന്ന് നിനക്ക് അധികാരം തന്നിട്ടില്ലെങ്കിൽ നിനക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല. तो यीशु उसका जवाब कैसे देता है? यीशु कहता है, अगर स्वर्ग से ऊपर से तुझे अधिकार नहीं मिलता तो तेरा मुझ पर कोई अधिकार नहीं होता। സഹോദര സഹോദരി, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായി വന്നാലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ നിനക്കെതിരെ എത്ര വലിയ പ്രതികൂലങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും ധൈര്യത്തോടെ ചങ്കുറപ്പോടെ നിൽക്കണം. കാരണം എന്റെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. സ്വർഗം അനുവദിക്കാതെ, ഉന്നതങ്ങളിൽ നിന്ന് അനുവാദമില്ലാതെ എന്റെ ദേഹത്ത് തൊടുവാനോ എന്റെ കുടുംബത്തെ തൊടുവാനോ എന്റെ ശുശ്രൂഷയെ തൊടുവാനോ എന്റെ സഭയെ തൊടുവാനോ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന്. तो भाई और बहनों, आपके सामने मुसीबत समस्याएं चाहे कितनी भी बड़ी क्यों ना हो जाए, आपका विरोध चाहे कितना भी बड़ा क्यों ना हो जाए, लेकिन आपको ये बात सोच के धीरज रखना है, हिम्मत रखनी है कि जब तक प्रभु इजाजत न दे, जब तक स्वर्ग से इजाजत न मिल जाए, जब तक वो हाँ न कह दे, तब तक कोई भी मुझे छू तक नहीं सकता है। ഞാൻ പറഞ്ഞല്ലോ, യേശു കർത്താവ് സൗമ്യതയുള്ളവനാണെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗമ്യതയുള്ളവനെന്ന് ദൈവവചനം സാക്ഷിച്ചിരിക്കുന്ന മറ്റൊരാളാണ് മോശ. और मैंने आपको बताया कि प्रभु यीशु के बारे में लिखा है, वचन बताता है कि वो नम्र था, और उसी तरह एक व्यक्ति है जिसके बारे में बाइबल कहती है वो नम्र था, वो है मूसा। സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സ് 3-ലാണ് അത് എഴുതിയിരിക്കുന്നത്. गिनती की पुस्तक 12वां अध्याय 3रे वचन में ये बात लिखी है। മോശയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മോശ വിദ്യാസമ്പന്നനായിരുന്നു. നമുക്കറിയാം, ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ മകളുടെ മകനായി ജീവിച്ചവനാണ് മോസസ്. मूसा बहुत ज्यादा पढ़ा लिखा था, और हम जानते हैं कि फिरौन की बेटी के बेटे के रूप में, यानी फिरौन के नाती के रूप में वो वहां पे पला बढ़ा। അത് മാത്രമല്ല, വളരെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. മിസ്രൈമിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നതിന് മുമ്പ് നമുക്കറിയാം, ഒരു മിസ്രൈമിനെ ഒറ്റ ഇടിക്ക് കൊന്നതായിട്ടാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. और हम जानते हैं कि जंगल की ओर भागने से पहले वो मिस्र में जब था, वो इतना ताकतवर था कि वचन बताता है एक ही मार से उसने एक मिस्री को मार डाला। അപ്പോൾ ആരോഗ്യമായി നോക്കിയാലും ഭൗതികമായി നോക്കിയാലും മിസ്രൈമിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവൻ, പരിജ്ഞാനം ഉണ്ടായിരുന്നവൻ, രാജകുടുംബത്തിൽ വളരുവാൻ യോഗ്യനായവൻ, ഒരു പക്ഷേ അടുത്ത ഫെറോ ആയിട്ട് പോലും അവരോധിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ളവനായിരുന്നു മോശ. കേൾക്കുന്നില്ലേ? Can you hear me? Yes, can you repeat once again? Yeah. What I was saying is this, മോശയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫറവോന്റെ കൊട്ടാരത്തിൽ വളരുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചവനാണ്. ഫറവോന്റെ മകളുടെ മകനായി അവൻ ജീവിച്ചു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അടുത്ത ഫെറോ ആയിട്ട് പോലും അവൻ ഉപരോധിക്കപ്പെട്ടേനെമായിരുന്നു എന്ന് എല്ലാ രീതിയിലും, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, സൗന്ദര്യത്തിൽ, ജനത്തിന്റെ അംഗീകാരത്തിലൊക്കെയും പ്രബലനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു മോശ. तो मूसा एक ऐसा व्यक्ति था जो पढ़ाई के मामले में, तंदुरुस्ती के मामले में, ताकत के मामले में, या लोगों के बीच स्वीकृति के मामले में वो बहुत ज्यादा आगे था। हो सकता है वो अगला एक फिरौन भी बन सकता था, राजा भी बन सकता था।
എന്നാൽ ദൈവം തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവനെ രക്ഷകനായി അയച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? സൗമ്യതയുള്ള ഒരു മോശയായി അവൻ മാറി. पर उसी मूसा को जब परमेश्वर अपने लोगों को मिस्र से छुटकारा देने के लिए भेजता है, वही मूसा नम्र बन जाता है. ദൈവം അവനെ നടത്തിയ വഴികളിൽ ഏതാണ്ട് 40ഓളം വർഷം മരുഭൂമിയിൽ അവൻ നടന്നു കഴിഞ്ഞപ്പോൾ തന്റെ ഈ ഭൂമിയിലുള്ള ബലമൊക്കെയും അവിടെ ഇല്ലാതായി താൻ വിക്കനായി തീർന്നു. കാരണം മനുഷ്യനോട് സംസാരിക്കുവാൻ വർഷങ്ങൾ കൊണ്ട് കഴിയാതെ ആടുകളുടെ ഇടയിൽ ഷീപ്പിനെ ഷെപ്പേഡായിട്ട് ജീവിച്ച് ഒരു പക്ഷി അങ്ങനെയായിരിക്കാം അവന്റെ നാവ് തടിച്ചിട്ട് അവൻ വിക്കനായി മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. परमेश्वर ने जिन जिन रास्तों पर उसे चलाया, उन रास्तों पर चलकर जब कई वर्षों तक मनुष्यों से वो बातें नहीं कर पाता, मनुष्यों से मिल नहीं पाता है, भेड़ों के बीच में, बकरियों के बीच में रहता है, उसकी जीभ मोटी हो जाती है, वो हकला बन जाता है. इस तरह से परमेश्वर उसको कई सालों तक चलाता है. വർഷങ്ങൾക്ക് മുമ്പ് സ്വയം നേതാവാകുവാൻ തക്കവണ്ണം ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നവൻ, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അടുക്കിലേക്ക് വന്ന് ന്യായപാലനം ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ തമ്മിൽ ഇനി മത്സരിക്കരുതെന്നൊക്കെ പറഞ്ഞ് സ്വയം നേതാവാകുവാൻ ശ്രമിച്ചവൻ, ദൈവം അവനെ അയക്കുവാൻ തുടങ്ങിയപ്പോൾ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്ക് തടിച്ച നാവുള്ളവനാണ്, എന്നെ അയക്കരുത് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്മയോടെ അവൻ സൗമ്യതയോടെ താഴുകയായിരുന്നു. कई साल पहले एक व्यक्ति जो खुद अगुआ बनना चाहता था, जो खुद नेता बनना चाहता था, वो कह रहा था वो एक ही मार में एक व्यक्ति को मार डालता है. और फिर आपस में जब दो लोग लड़ रहे थे, उनसे कहता तुम आपस में क्यों लड़ रहे हो, तुम तो भाई बंधु हो. वो खुद नेता बनना चाहता था, वो खुद की ताकत से छुटकारा देने वाला बनना चाहता था. लेकिन जब प्रभु उसे भेजता है तो वो कहता है मैं मोटी जीभ का हूं, मैं हकला हूं. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്ത് സംഭവിച്ചു? ദൈവവചനത്തിലേക്ക്, സംഖ്യാപുസ്തകത്തിലേക്ക് വന്നാൽ 14-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയാം. ഹല്ലേലൂയ! ജനം തന്റെ നേരെ എഴുന്നേറ്റപ്പോൾ തന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഇസ്രായേലിൽ നിന്ന് തന്നെ തനിക്കെതിരെ നിൽക്കുവാൻ തക്കവണ്ണം കോരഹും ദാഥാം അബീരാം ഇവരെയൊക്കെ നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ തനിക്കെതിരെ ഒരു ജനം എണീറ്റ് വന്നപ്പോൾ തന്റെ മുഷ്ടി ഇരുട്ടി അവരുടെ നേരെ പോകാതെ അവരെ അടിച്ചമർത്തുവാൻ തക്കവണ്ണം താൻ ശ്രമിക്കാതെ 14:5 കാണുന്നു, അവൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് കരയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. परमेश्वर के लोगों, आगे हम देखते हैं जब इस्राएली छावनी उसके खिलाफ हो जाती है, कोरह, दातान और अबीराम जब उसके खिलाफ हो जाते हैं, तब वो अपने बल प्रयोग का इस्तेमाल करने की बजाय 14:5 में हम देखते हैं वो और हारून वो प्रभु के सामने गिरते हैं, दंडवत करते हैं. അതുപോലെ 16:4 നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ കവിണ്ണു വീണ് നിലവിളിക്കുന്നതായിട്ട്. और उसी तरह 16:4 में भी हम देखते हैं वो अपने मुंह के बल गिरकर दंडवत करते हैं. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? എല്ലാ ബലവും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, നമുക്ക് പലതിനും കഴിവുണ്ടെങ്കിലും, സംസാരിക്കുവാൻ മിടുക്കനാണെങ്കിലും, ലോകത്തിൽ ജ്ഞാനമുണ്ടെങ്കിലും, ലോകത്തിൽ പ്രബലരെയൊക്കെ നമുക്ക് അറിയാമെങ്കിലും, കർത്താവ് ചില അവസ്ഥകളിലൂടെ നമ്മളെ നടത്തിവിടുമ്പോൾ, കർത്താവിന്റെ ദാസനായി ദാസിയായിരിക്കുമ്പോൾ നമ്മുടെ ആശ്രയം കർത്താവിന്റെ സന്നിധി മാത്രമായിരിക്കണം. സൗമ്യതയോടെ, നമ്മുടെ കൈ പൊക്കാതെ, നമ്മുടെ അധികാരം ഉയർത്താതെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ കർത്താവിന്റെ ഹിതത്തിനായി താഴ്മയോടെ നമ്മളെ തന്നെ താക്കണം. तो मेरे भाई और बहनों, ये हमें दिखाता क्या है? चाहे हमारे पास दुनिया के हिसाब से ताकत हो, बल हो, तंदुरुस्ती हो, बोलने की क्षमता हो, बुद्धि हो, लेकिन जब प्रभु अपने रास्तों से हमें चलाता है, वो जब हमें तैयार करता है, तो हम अपने आप को इस तरह से मानते हैं जैसे कि हमारे पास में कुछ भी नहीं है. हम बिल्कुल कुछ भी नहीं है, प्रभु के हाथों में हम अपने आप को सौंपते हैं. हमारा आसरा प्रभु बनता है, वही हमारा आसरा बनता है. അടുത്ത 3 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 3 मिनट में मैं वचन को समाप्त करना चाहता हूं. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ പൂർണ്ണമായി നാം മനസ്സിലാക്കുക, നമുക്ക് ആ പുതിയ ഭൂമിയിൽ അവസരം കിട്ടണം, വാസം കിട്ടണമെങ്കിൽ, പുതിയ ഭൂമിയിൽ നമുക്ക് അവകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ നാം സൗമ്യതയോടെ, നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ഈ ക്ഷണികമായ സമയത്ത് സൗമ്യതയോടെ അവന്റെ പാദപീഠത്തിലിരുന്ന് അവൻ നടത്തുന്ന വഴികളിലൂടെ വിശ്വസ്തയോടെ, കർത്താവ് എന്റെ ബലമാണെന്നുള്ള ഉറപ്പിൽ, കർത്താവ് എന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഉറപ്പിൽ, ഈ ലോകത്തിലുള്ള ബലത്തിൽ ഞാൻ ആശ്രയിക്കുന്നില്ല എന്നുള്ള ഉറപ്പിൽ സൗമ്യതയോടെ ജീവിച്ച് നമ്മുടെ ഈ ജീവിതം തീർക്കുവാനായിട്ട് ശ്രമിക്കുക.
तो भाई और बहनों, अगर हम आने वाली उस धरती पर अपनी एक मीरास चाहते हैं, अपना एक अधिकार अगर चाहते हैं, तो ये इस धरती पर हमें जो थोड़ा समय प्रभु ने सौंपा है, उस समय को हम प्रभु की इच्छा के अनुसार उसके रास्तों पर खुद को नम्र करते हुए, प्रभु पर भरोसा रखते हुए, इस दुनिया की किसी भी चीज की बजाय, किसी भी खूबी की बजाय, किसी भी योग्यता की बजाय, सिर्फ प्रभु पर भरोसा रखते हुए, उसके सामने खुद को नम्र करते हुए हम अपनी जिंदगी बिताएं। Jesus was meek, not because he was powerless and weak. He had immense power, but he chose to submit to his Father's will. यीशु नम्र था, इसलिए नहीं कि वो कमजोर था, वो सर्व सामर्थी था, पर उसने अपनी मर्जी से पिता की इच्छा के अधीन रहना चुना। അതുപോലെ തന്നെ മോശയും ബലവാനായിരുന്നു എന്ന് നമ്മൾ കേട്ടു, എല്ലാത്തിനും കഴിവുള്ളവനായിരുന്നു എന്ന് കേട്ടു. എന്നാൽ അവനും സൗമ്യനായി തീർന്നത് ദൈവഹിതത്തിന് തന്നെ കീഴ്പ്പെടുത്തിയത് കൊണ്ട്. और उसी तरह हमने सुना कि मूसा भी सामर्थी था, वो हर बात में योग्य था, लेकिन वो अपने आप को प्रभु की इच्छा के लिए नम्र करता है, सौंप देता है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അപ്പോസ്തലന്മാരുടെ ജീവിതങ്ങളിലേക്ക് നോക്കിക്കേ. ദൈവം ഉപയോഗിച്ച പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ഓരോ പ്രവാചകനെയും ഭക്തന്മാരെയും നോക്കിക്കേ. അവരുടെയൊക്കെയും ജീവിതത്തിൽ ചില അനുഭവങ്ങളിലൂടെ കർത്താവ് അവരെ സൗമ്യരാക്കി മാറ്റി, ബ്രോക്കണാക്കി മാറ്റി. അതിനുശേഷമാണ് കർത്താവ് തന്റെ മഹത്വത്തിൽ അവരെ ഉപയോഗിച്ചത്. मुझे सुनने वाले भाई और बहनों, चाहे प्रेरित हो या पुराने या नए नियम के भविष्यद्वक्ता हो, किसी को भी आप देख लें, प्रभु उनको पहले तोड़ता है, फिर उनको नम्र बनाता है, और उसके बाद ही वो उन्हें अपनी महिमा के लिए, अपनी सेवकाई में इस्तेमाल करता है। എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ താണിരിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. अगर आप में से कोई प्रभु के हाथों में इस्तेमाल होना चाहता है, तो अपने आप को वो प्रभु के हाथों में सौंपे, उसके हाथ में नम्रता के साथ रहे। കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ഈ ലോകത്തിന്റെ ജ്ഞാനം ആവശ്യമില്ല, ഈ ലോകത്തിന്റെ ക്വാളിഫിക്കേഷൻസ് ആവശ്യമില്ല, ഈ ലോകത്തിന്റെ മഹിമ ആവശ്യമില്ല. കർത്താവിനെ സേവിക്കുവാൻ ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, കർത്താവിന്റെ ബലം. प्रभु की सेवा करने के लिए इस दुनिया के ज्ञान की, इस दुनिया की महिमा की, इस दुनिया की क्षमता की जरूरत नहीं है। सिर्फ एक ही चीज जरूरी है, और वो ये कि प्रभु हमारे साथ रहे। അത് സൗമ്യതയുള്ളവർക്കും ദുഃഖിക്കുന്നവർക്കും ലഭിക്കും. അത് ദുഃഖിക്കുന്നവർക്കും സൗമ്യതയുള്ളവർക്കും ലഭിക്കും. और वो जो दुखी होते हैं और जो नम्र है, उनको मिलता है। നമുക്ക് നമ്മുടെ തലകളെ കർത്താവിന്റെ സന്നിധിയിൽ വണക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുക. തന്ന നല്ല സമയത്തിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടുത്തെ സന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ ഇരുപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ കൊണ്ടും കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് കേട്ട തിരുവചനം ഞങ്ങളുടെ ജനമാകുന്ന ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവെ. ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഈ വചനം എഴുതപ്പെടണമേ അപ്പ. സൗമ്യതയിൽ ആയിത്തീരുവാൻ, ഈ ലോകത്തിൽ ആശ്രയിക്കാതിരിപ്പാൻ, ലോകത്തിന്റെ ബലത്തിൽ ആശ്രയിക്കാതിരിപ്പാൻ, സൗമ്യതയോടെ അങ്ങയുടെ ബലത്തിൽ ആശ്രയിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നാണ്. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയോടുകൂടെ വസിക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുവാനടി ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. സകലത്തിലും അങ്ങയുടെ നാമം മഹിമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. प्रभु, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए। प्रभु, आपके सामर्थी वचन के लिए हम आपका धन्यवाद करते हैं परमेश्वर। प्रभु जी, अपने दास को आपने हमारे बीच में इस्तेमाल किया, हम आपका धन्यवाद करते हैं। प्रभु, हम प्रार्थना करते हैं अपने दास को प्रभु और अधिक अपने अभिषेक से, अपनी सामर्थ्य से भरें। उनके परिवार को, उनकी सेवकाई को, उनकी नौकरी, सब कुछ हम आपके हाथों में समर्पित करते हैं। प्रभु, उन्हें आपने हमारे लिए एक आशीष बनाया, हम आपका धन्यवाद करते हैं। आज जितने भी भाई बहन परमेश्वर, आपके दास दासी, जितने भी लोग इस जूम में शामिल हैं प्रभु, उन सबको हम आपके हाथों में समर्पित करते हैं। ये वचन हम सबकी जिंदगी में एक आशीष का कारण बने प्रभु। हम परमेश्वर आपकी नजरों में, आपके सामने प्रभु नम्र बनने पाए, दीन बनने पाए प्रभु जी, ताकि उस आने वाली धरती पर हमारी एक मीरास होने पाए, हमारा एक अधिकार, हम उसके अधिकारी बनने पाए प्रभु। धन्यवाद करते हैं आपके इस सामर्थ्य वचन के लिए प्रभु जी। एक बार फिर से आपके दास के लिए धन्यवाद। यहाँ पे उपस्थित सब लोगों के लिए हम आपका धन्यवाद करते हैं प्रभु। आपने हम सबकी प्रार्थनाओं को सुना, उत्तर दिया। धन्यवाद प्रभु। सारा आदर, सारी महिमा आप ही के नाम को समर्पित करते हुए प्रभु यीशु मसीह के नाम से मांगते हैं, आमेन, आमेन। बेनेडिक्शन भी पास्टर जी, बेनेडिक्शन। पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता हम सब के साथ, खास तौर से हमारे बीच में सेवकाई करने वाले परमेश्वर के दास और उनकी सेवकाई के साथ प्रभु यीशु